ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ പെർത്തിലെ ഒരു കുഞ്ഞു പാർക്കാണ്, കൊഹിനോ കൊയല പാർക്ക്. അവിടെയാണ് വന്നേക്കുന്നത്. ഇവിടെ കാംഗറൂസും കൊയലേഴ്സും ഒക്കെ ഒത്തിരി ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. കുഞ്ഞുങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് കാംഗറൂസിനെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. കമോൺ. അപ്പം ഞാനൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഈ ലോകത്തെ ഏറ്റവും വലിയ കുഴിമടിച്ചുണ്ടെങ്കിൽ അത് ഈ കാറിനകത്തിരിക്കുന്നു. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാവും, കുറച്ച് പേരൊക്കെ അവിടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെയാണ് അവൾ പറയുന്നത്, എനിക്കറിയില്ല. അയ്യോ, ഇത്രയും കുഴിമടിച്ച് നമ്മളൊരു വീഡിയോ എടുക്കണേൽ ഒരു കാര്യം ചെയ്യണേ അവളെ പൊക്കിക്കൊണ്ട് പോയാൽ പോലും അവൾ വരത്തില്ല, അത്രയ്ക്ക് കുഴിമടിച്ചാണ്. ഹലോ, ഡോറ് തുറക്കാൻ വരെ മടിക്കാൻ നോക്കട്ടെ. ഹലോ, ഞാൻ നിന്നെപ്പറ്റി പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നല്ലൊരു കുഞ്ഞു ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത്രയും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ ഈ ലോകത്തില്ലെന്ന് ഞാൻ പറയായിരുന്നു. ഒരു മോട്ടിവേഷനും ഒന്നും ആവശ്യമില്ല. എന്നേലും പറയുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം ചെയ്ത് നമുക്ക് തരാറുണ്ട്. അത്രയ്ക്ക് നല്ല കുഞ്ഞാട്ടോ. എന്താണെന്ന് അറിയത്തില്ല, പുറത്ത് ഭയങ്കര ചൂടാണ്. ഇവർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? ഇവിടെ ഞാൻ മഴയ്ക്കിരുന്ന് ഇതിനകത്ത് ഇരുന്ന് AC കൊണ്ടാൽ പോരെ. എനിക്ക് എന്ന് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ AC-ക്കകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഏകദേശം കണക്റ്റ് ആയി കാണുമല്ലോ. ഇത്രയാണ് അവസ്ഥ, എന്തോ ചെയ്യാൻ. ഇതിനെയൊക്കെ പൊക്കിക്കൊണ്ട് വേണം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട്. ദേ, ഇതിനേക്കാൾ ഇച്ചിരിയുള്ള പീക്കിരി പിള്ളേരെന്ത് ഇൻട്രസ്റ്റോടെ നിൽക്കുന്നതെന്ന് നോക്ക്. പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് നമുക്ക് നടക്കുമ്പോൾ അവിടെ ഇവിടെയായി കുറേ ഡിനോസറുകൾ ചത്ത് കിടക്കുന്നതായിട്ടും കുറേ എണ്ണം നമ്മളെ നോക്കി നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. നന്നായിട്ട് അവരത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2 എമുക്കുട്ടന്മാരവിടെ ക്ഷീണിച്ച് തളർന്ന് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ അടുത്ത് പോകാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു ചാൻസാണ്. ഫീഡ് ചെയ്യാനും നമുക്ക് ബേർഡ്സിനെയും അവിടെയുള്ള ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്തുകൂടാണ് അവർ നടക്കുന്നത് കൊണ്ട് ഫോട്ടോസ് എടുക്കാനും കുഞ്ഞുങ്ങൾക്കൊക്കെ മൃഗങ്ങളോടുള്ള പേടിയൊക്കെ മാറാൻ നല്ലൊരു ബെസ്റ്റ് ചാൻസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ആദ്യം അവരുടെ ഒരു ഷോപ്പുണ്ട്, അതിനകത്തൂടെയാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയാലാസിനെ കാണുകയാണ്. അവിടെ ഞങ്ങളെത്തി. കൊയാലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞ് കരടിക്കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഒരു തരം മൃഗമാണ്. കൂടുതൽ അവർ ഇരുന്ന് ഉറങ്ങുകയാണ്, ഫുൾ ടൈം ഉറക്കം തൂങ്ങികളാണ് നമ്മുടെ കൊയലാസ്. നമുക്ക് കാണാം മരത്തിൻ്റെ മുകളിലൊക്കെ എവിടെയെങ്കിലും അള്ളി പിടിച്ചിരുന്ന് ഉറങ്ങുന്നതാണ്. ചിലതിനൊക്കെ ഇരിക്കുന്ന കണ്ടാൽ ജീവനുണ്ടോയെന്ന് പോലും മനസ്സിലാകത്തില്ല, അത്രയ്ക്ക് അനങ്ങാതിരുന്നാണ് ഉറങ്ങുന്നത്. ഇതാ അവിടെ കണ്ട് ഉറങ്ങുന്ന നടുക്കിരുന്ന് നല്ല സുഖത്തിന് ഉറങ്ങുകയാണ്. ഇത്രയും മടിയന്മാരെ നമ്മൾ എവിടെ കണ്ടു കിട്ടാനാണ്. എന്തായാലും കൊയലക്കുട്ടന്മാരെ നമ്മൾ അവിടെ കണ്ട് കുഞ്ഞുങ്ങൾ അതിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് കൊയല പിക്കിംഗ് ഉണ്ട് കേട്ടോ, പക്ഷേ അതിന് ഏജ് ലിമിറ്റും ഹൈറ്റ് ലിമിറ്റും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അത്രയും ഹൈറ്റൊന്നും എത്താത്തതുകൊണ്ട് അവർക്ക് കൊയല പിക്കിങ്ങിനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ കൊയലാസിനെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തു. അതിനിടയിൽ ഒരു മിടുക്കൻ ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു തന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. കുഞ്ഞുങ്ങൾ അതിനെ തൊടുന്ന പോലൊക്കെ അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കൊയല. മടിയന്മാരാണേലും ഇടയ്ക്ക് വരാമെന്ന് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കണ്ടോ, കറക്റ്റ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടോ. അടുത്തത് ഞങ്ങൾ പോയത് ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ്. നല്ല കളർഫുൾ പാരറ്റിൻ്റെ വകഭേദത്തിലുള്ള കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ അട്രാക്ഷൻ നമ്മുടെ കൊക്കറ്റോസ് ആയിരുന്നു. അവർ നമ്മുടെ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്തു, നമ്മളോട് ഹലോയ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് ഇഷ്ടപ്പെട്ടില്ല. Dance please. വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഹലോ, ബൈ. Hello. Are you all right? Can you dance? Hello. Can you sing a song, please? Hello. Hello. Hello മാത്രമേ ഉള്ളൂ. Hello. Hello. അതെവിടെ നിന്നാ അപശ്രുതി? Hello. ഈ നിങ്ങളെല്ലാം പറഞ്ഞു ഹലോ ഹലോ ഹലോ. Hello. Hello. ഹലോ. How are you? Hello. Hello. ഹലോ. കുത്തി. Hello.
ഹലോ. ദാ മയിലൊക്കെ കണ്ടോ, നമ്മൾ നടക്കുന്നതിൻ്റെ കീഴേ കൂടെ നടക്കുകയും അതിലേക്ക് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പം അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ബേർഡ്സിനെയും മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ ദാ വീണ്ടും അവിടെ കുറേ എമു ഒക്കെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ മാനിനെ ഞങ്ങൾ കണ്ടു കേട്ടോ. നല്ല ഫ്രണ്ട്ലിയാണ് അവർ. നമ്മുടെ അടുത്ത് വന്ന് അവിടെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് കിട്ടും. അതൊക്കെ കഴിക്കാൻ വേണ്ടി ഈ മാനൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനെ തൊടാനും അത്രയും അടുത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളും കാണുന്നത്. അതുകൊണ്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്തൊക്കെ വരുന്നത്. അവർക്ക് ഒരു പേടിയില്ല. അതാണ് ഞാൻ ഈ പാർക്കിൽ കണ്ട വലിയൊരു സ്പെഷ്യാലിറ്റി. ഇവർ കൂട്ടിലിട്ട് വളർത്തില്ല, അവരെ തുറന്നാണ് വിട്ടേക്കുന്നത്. ഓരോ ഡിവിഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെയും കൂടുതലും തുറന്നൊക്കെ വിട്ടേക്കുന്നതുകൊണ്ട് അവരിങ്ങനെ നമ്മുടെ കീഴേ ഇങ്ങനെ നടക്കുകയാണ്. വീണ്ടും മാന് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് അതിനെ കൊടുത്തു. അത് കഴിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് വരികയും കുഞ്ഞുങ്ങളൊക്കെ തൊട്ടപ്പോൾ നല്ല അനങ്ങാതെ നിന്ന് കൊടുക്കുക കണ്ടോ. അബിഗയിലാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി, കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനെയൊക്കെ തൊടാനായിട്ട്. പിന്നെ നമ്മുടെ മയിൽ നമ്മുടെ അടുത്ത് വന്നു. നമ്മുടെ ഫുഡ്, നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു സ്നേഹപ്രകടനത്തിൽ അതൊന്ന് പീലി വിരിച്ചു. പുറകെ തിരിച്ച് കാണിച്ച അതാ. ഇങ്ങോട്ടോ തിരിഞ്ഞു വാ. തിരിയുന്നു. അതിനെ അറ്റാക്ക് ചെയ്യാൻ പോലെ നിൽക്കുന്ന. ഇനി കുറേ വിശേഷങ്ങൾ നമ്മുടെ പാർക്കിനെ പറ്റിയുള്ളതും മൃഗങ്ങളെ പറ്റിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുണ്ട്. ഈ ട്രെയിൻ യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതെല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോ, ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.